ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് നല്ല ദൂരമുണ്ട്. ബസ്സിൽ എല്ലാവരും സന്തോഷത്തിലാണ്. സാധാരണ ദൂരയാത്രയിൽ എൻ്റെ കാലൊക്കെ നീര് വയ്ക്കാറുണ്ട്. പക്ഷെ എന്താണോ, ഈ യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഒറ്റ ഇരിപ്പിരിക്കാതെ ആടിയും പാടിയും യാത്ര ചെയ്തുകൊണ്ടാകാം. വെള്ളവും നേന്ത്രപ്പഴവും പ്രസാദ് സാർ വണ്ടിയിൽ കരുതിയത് വളരെ നന്നായി. ഒരിക്കലും വിശന്നിരിക്കേണ്ടി വന്നില്ല. പോകുന്ന വഴി ഒരു ഹോട്ടലിൽ ഇറങ്ങി ഉച്ചഭക്ഷണം കഴിച്ചു. ചാറ്റൽ മഴ നനഞ്ഞാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയത്. നല്ല വൃത്തിയുള്ള ഹോട്ടൽ, നല്ല ചൂടുള്ള ചപ്പാത്തിയും കറിയും. അപ്പോൾ ചുട്ടു തരുന്ന ചപ്പാത്തി ആയതുകൊണ്ട് എല്ലാവരും നന്നായി കഴിച്ചു. ഹോട്ടലിൻ്റെ പരിസര കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. താഴ്വരയും അരുവിയും ആകാശ കാഴ്ചകളും എല്ലാം ചേർന്ന് എത്ര കണ്ടാലും മതി വരാത്തതുപോലെ. അതുകൊണ്ട് തന്നെ കുറേ അധികം സമയം ഞങ്ങളവിടെ ചെലവഴിച്ചു. ഭംഗിയുള്ള പച്ചക്കപ്പിലെ ഹോക്കോ ഐസ്ക്രീമിന് നല്ല രുചിയായിരുന്നു. ഒരെണ്ണം കഴിച്ചാൽ ഒന്നുകൂടി വാങ്ങാൻ തോന്നും. എന്തായാലും ഈ യാത്രയിലെ മറക്കാനാവാത്ത സ്ഥലം തന്നെയാണ് ആ ഹോട്ടലും പരിസരവും. മുംബൈയിൽ ആദ്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അടൽ സേതുവാണ്. മുംബൈയെ അതിൻ്റെ ഉപഗ്രഹ നഗരമായ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണിത്. അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് ഈ പാലത്തിന് നൽകിയിരിക്കുന്നത്. 18.2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 2018 ഈ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2024 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തു. ആദ്യം നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. മുംബൈയിൽ ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. മുംബൈയിലെ വഴിയോര കാഴ്ചകൾ നിസ്സാരമല്ല കേട്ടോ. അവിടുത്തെ ഓരോ കെട്ടിടങ്ങളുടെയും പ്രാധാന്യവും പ്രത്യേകതകളും ഗൈഡ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാം ആസ്ഥാന കേന്ദ്രം മുംബൈയിലാണല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം, ജഹാംഗീർ ആർട്ട് ഗ്യാലറി, മുംബൈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, മുംബൈ ഹൈക്കോർട്ട് ഒക്കെ ഞങ്ങൾ കൗതുകത്തോടു കൂടി കണ്ടു. ഒന്നും ഇറങ്ങിക്കാണാനുള്ള സാഹചര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഓരോന്നും വിശദമായി കാണണമെങ്കിൽ എത്ര ദിവസം മുംബൈയിൽ തങ്ങിയാലാണ്? ഏതായാലും ഒരു നോക്ക് കണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു. ഇനി നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകാം. 1924 മുംബൈയുടെ തീരത്ത് പണി കഴിപ്പിച്ച ഒരു കമാന സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ഡിസംബറിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി കിരീടധാരണം നടത്താൻ യുണൈറ്റഡ് കിങ്ഡത്തിലെ രാജാവ് ജോർജ് അഞ്ചാമൻ വന്നിറങ്ങിയതിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണിത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്നു അദ്ദേഹം. നിർമ്മാണത്തിന് ശേഷം പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലേക്കുള്ള പ്രതീകാത്മകമായ പ്രവേശന കവാടമായി ഗേറ്റ് വേ ഉപയോഗിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 അവസാന ബ്രിട്ടീഷ് സൈന്യം പോയ സ്ഥലത്താണ് ഗേറ്റ് വേ സ്മാരകം. താജ്മഹൽ പാലസിനും ടവർ ഹോട്ടലിനും എതിർവശത്ത് ഒരു കോണിൽ അറബിക്കടലിൻ്റെ തീരത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് മുംബൈ നഗരത്തിൻ്റെ പര്യായമാണിത്.
പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ തദ്ദേശവാസികളും തെരുവു കച്ചവടക്കാരും ഫോട്ടോഗ്രാഫർമാരുമൊക്കെ തിക്കി തിരക്കി നടക്കുന്നുണ്ട്. ആ തിരക്കിൽ ഞങ്ങളും ചിന്നിച്ചിതറി. പല പല കാഴ്ചകളിലായിരുന്നു എല്ലാവരും. അവിടെ നിന്നുകൊണ്ട് താജ്മഹൽ പാലസ് ഹോട്ടൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ്. പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ഇത് താജ് എന്നാണ് അറിയപ്പെടുന്നത്. ആഗ്രയിലെ താജ്മഹലിൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 2008 മുംബൈ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ ഹോട്ടൽ. 600 മുറികളും 44 സ്യൂട്ടുകളും ഉണ്ട് ഇതിന്. 1500 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഗേറ്റ് വേയിൽ 5 ജെട്ടികളുണ്ട്. അതിൽ 2 എണ്ണം വാണിജ്യ ഫെറി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്.